ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുത്തനൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ഗൈസ്, ഇന്നൊരു സ്കൂൾ ട്രിപ്പ് ഉണ്ട്. അപ്പോൾ അതിന് പോവാണ്. നമ്മുടെ ബസ് തന്നെയാണ്, വേറെ ആരെയും അല്ല, നമ്മുടെ പ്രഡേറ്ററാണ് ഗൈസ്. ഓക്കെ, നല്ല മഴക്കാറൊക്കെ ഉണ്ട്, രാവിലെ ആയതുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ബസ്സിനെ കാണിക്കാം. നമ്മൾ ഫുൾ ബ്ലാക്ക് ഒക്കെ അടിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ചെക്കൻ്റെ ലുക്ക്. ഓക്കെ, ഒരു 4-5 ആഴ്ച കടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വർക്കാണിത്. ഓക്കെ, നമ്മുടെ പ്രഡേറ്റർ. ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, നിങ്ങൾ ഫുൾ ഓവറോളുള്ള ലുക്ക് കാണിച്ചു തരാം ഞാൻ. ഇതാണ് നമ്മുടെ കർട്ടനും കാര്യങ്ങളൊക്കെ. ഒരു ഗ്രീൻ കളർ കർട്ടനാണ്. പിന്നെ നമ്മുടെ ടയറിൻ്റെ അവിടെ ആയിട്ടൊരു റെഡ് കളറിലൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നമ്മുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഓക്കെ, ഇത് കഴിഞ്ഞ് നമ്മുടെ മേളിൽ നമ്മുടെ ലാഡറയിലൊരു സ്കേറ്റിംഗ് ബോർഡ് സംഭവം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഏറ്റവും ടോപ്പിൽ നമ്മുടെ ചാനലിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ വണ്ടിയെ ചെയ്തേക്കുന്നത്. എനിക്ക് കർട്ടൻ അങ്ങോട്ട് നല്ല ചേരുന്നതായിട്ട് തോന്നുന്നില്ല. നിങ്ങൾ വേണേൽ പറഞ്ഞാൽ മതി, നമ്മൾ മാറ്റാം. ചേരുന്നുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്ക് തോന്നുന്നു റെഡ് ഇടണമെന്ന്. ഓക്കെ ഓക്കെ അപ്പോൾ ഫുൾ ബ്ലാക്ക് ഒക്കെ അടിച്ച് സെറ്റായി നിൽക്കുവാണ്. ഓക്കെ, നമുക്കെന്തായാലും പോയി അങ്ങ് ട്രിപ്പ് എടുത്തേക്കാം. ഓക്കെ, ഒരു സ്കൂൾ ട്രിപ്പാണ്, ഒരു 3-4 ദിവസത്തെ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒറ്റ ദിവസത്തെ കാണിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഒറ്റ ദിവസത്തെ വീഡിയോ ഇന്ന് കാണിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് റിട്ടേൺ പോകുന്ന വീഡിയോ വേണമെങ്കിൽ നമ്മൾ ഇടാം. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാബിൻ വരുന്നത്. നമ്മൾ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗിയറിൻ്റെ ലിവറിൻ്റെ ഒരു സംഭവം മാറി, ഒരു നോബ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ വെറൈറ്റി ഒരു സംഭവം ചെയ്തിട്ടുള്ളത് അതാണ് ഈ കാണുന്നത്. ഓക്കെ, ഇത് കണ്ടില്ലേ, നമ്മുടെ സസ്പെൻഷൻ ഇങ്ങനെ താഴ്ത്തി വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നല്ലൊരു ലുക്കല്ലേ, നല്ല വീഡിയോ ഒക്കെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നല്ലൊരു ലുക്കിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇവനെ എടുത്തുകൊണ്ട് അങ്ങ് പോയേക്കാം. എന്തായാലും ഇവിടെ നമുക്ക് എന്തായാലും ഇവനെ ഇങ്ങനെ ഓടിക്കാൻ പറ്റത്തില്ല, നമ്മുടെ താഴ്ത്തി വെച്ചുകൊണ്ട്. കാരണം ഫുള്ള് കുന്നും മലയും അതുപോലെ മൗണ്ടെയിൻ റേഞ്ചസ് ആണ്. അപ്പം ഇതുവഴിയൊക്കെ പോകുന്നത് നല്ല റിസ്ക്കാണ്. അപ്പം ലിപ്പും കാര്യങ്ങളൊക്കെ തട്ടിയൊരു വഴിയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മളിവിടെ വെച്ച് അങ്ങനെ പോകാത്തത്. പിന്നെ ഹൈവേ റോഡൊക്കെ എത്തുമ്പോൾ പിന്നെ കുഴപ്പമില്ല, നമുക്കത് നല്ല രീതിയിൽ അങ്ങ് പോവാം. ഓക്കെ, നല്ല കുലുക്കമൊക്കെ ഉണ്ട്. നമ്മളകത്തൊരു കൊന്തമാല ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇത് കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇവിടുന്ന് സ്കൂൾ ട്രിപ്പ് എടുക്കാനായിട്ട് ആൾക്കാരെയൊക്കെ പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്യാനായിട്ട് നമ്മളിത് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇവിടെ തന്നെ നല്ലൊരു കയറ്റമാണ്. ഇവിടെയൊക്കെ നമ്മുടെ വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ ലിപ്പൊക്കെ തട്ടാൻ ചാൻസ് ഉണ്ട്. എന്താ കിടന്ന് ചാടുന്നത്. ഓക്കെ ഓക്കെ അയ്യോ, നമ്മൾ ഇത് നേരത്തെ ഇത് ഓടിച്ചിട്ടില്ല. നമ്മൾ ഈ കളറും ഈ മോഡിഫിക്കേഷനൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ഓടിച്ചതാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഓടിച്ചിട്ടുമില്ല, ട്രിപ്പ് എടുത്തിട്ടുമില്ല. ഓക്കെ, അപ്പോൾ അത് ഗൈസ് നമ്മൾ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ സ്കൂളിലേക്ക് വണ്ടി കയറ്റുവാണ്. ഓക്കെ, കയറിക്കോളൂ നൈസായിട്ട്. ഓക്കെ, നമ്മൾ ഇച്ചിരി ഇവിടെ അടുത്തായിട്ടുള്ളൊരു സ്കൂളായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ പാസഞ്ചേഴ്സ് എല്ലാം റെഡിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു, നമ്മുടെ ടീച്ചറും പിള്ളേരും എല്ലാം. ഓക്കെ, എല്ലാവരും കയറിക്കോളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ലുക്കൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, വല്ല കസ്റ്റമൈസേഷൻ വല്ലതും ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ ചെയ്യാം. ഓക്കെ ഓക്കെ ഒന്ന് പെട്ടെന്ന് കയറ്. ഓക്കെ, എല്ലാവരും പെതുക്കെയാണ് കയറുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ പാസഞ്ചേഴ്സ് എല്ലാം കയറിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് വണ്ടി എടുക്കാം. ഓക്കെ, ഒന്ന് റിവേഴ്സിലേക്ക് എടുക്കാം. ഓക്കെ, ഇനി ഫുള്ളങ്ങ് കറക്കി അങ്ങ് എടുക്കാം. ഇവിടെ ഇച്ചിരി വലിയ ഇതായതുകൊണ്ട് തിരിച്ചുകൊണ്ട് പോകാനൊക്കെ എളുപ്പമായി. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ തിരിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ വണ്ടിയൊന്നും ഇല്ലായിരുന്നു, നമുക്ക് പെട്ടെന്ന് റോഡിലേക്കൊക്കെ ഇറങ്ങാനായിട്ട് പറ്റി.
ഓക്കെ, ഇപ്പം നല്ല മഞ്ഞുള്ളൊരു ഏരിയയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, ഇത് ഇടുക്കിയാണ്, അതാണ് ഇത്രയും മഞ്ഞും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഒരു 10-11 മണിയൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. 10-11 മണി ആയപ്പോഴേ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഇവിടെ മാറിയിട്ടില്ല. മഞ്ഞൊന്നും നല്ല കിടിലൻ മൂടൽ മഞ്ഞാണ് ഇവിടെ. ഓക്കെ, നമ്മുടെ വിൻഷീൽഡിലൊക്കെ ഈ മഞ്ഞ് വന്നിരിക്കുമ്പോൾ വൈപ്പർ ഇട്ട് കളയണം. ഓക്കെ, ഇല്ല കണ്ണ് കാണത്തില്ല, നല്ല പാടായിരിക്കും ഇത് ഉറഞ്ഞു പോയി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം നമുക്ക് ഇനി പാട്ടൊക്കെ ഇട്ടങ്ങ് കൊടുത്തേക്കാം. എല്ലാവരും കിടന്ന് തുള്ളിക്കോട്ടെ. ഓക്കെ, അടിച്ചുപൊളി പാട്ട് പാടാ പോലെ. രാഗം തുമ്പിൽ ഗാനം നൽകി ഗാനം മൂളാനീണം നൽകി ഈണം തേടും നീറത്തണ്ടിൽ കാറ്റിൻ കൈകൾ താളം തട്ടി താളക്കൊമ്പത്തൂഞ്ഞാലാടി പാടൂ നാട്ടുമൈലേ കൂടെ ആടും
ചിക്കാം തീരം പെണ്ണെ ചിക്കാം ആയിരം പുതുനിറം എന്റെ സന്താശത്തമിഴ് പൈകിളി കുറി ചൊല്ലുന്ന മലർതേക്കിളി നിന്റെ സരളിന്റെ കഥ കേൾക്കുമോ കണ്ണിസൂരിമാനം അവനേകുമോ അവനില്ലാതെ ഞാനില്ല എന്നിന്റെ കണ്ണന്റെ സാഗരം ചൊല്ലുമോ ഒട്ടുമുത്തടി ഉടവ ചുറ്റടി ചിക്കാം ചിക്കാം തീരം പെണ്ണെ ചിക്കാം നെടുക്കടി മുടിയിൽ വെക്കടി ചിക്കാം ചിക്കാം തീരം പെണ്ണെ ചിക്കാം അലങ്കാരദീപം കത്തും കണ്ണാനേ മണിച്ചെമ്പകപ്പൂ മുട്ടിൻ നിറമാനേ അലങ്കാരദീപം കത്തും കണ്ണാനേ മണിച്ചെമ്പകപ്പൂ മുട്ടിൻ നിറമാനേ പ്രിയമുദിർ ചന്ദ്ര പോലെ മെനഞ്ഞിട്ട പൂമുടിയല്ലേ തുളമിന്ന മിന്നൽ പോലെ അരഞ്ഞാടുന്നില്ലേ തങ്കമേ നിന്നെ ഉരുട്ടാൻ കൊതിക്കുന്നു പൊൻകയിൽ വെങ്കലക്കാ തളചാട്ടാൻ ഒരുങ്ങുന്നു താരകൾ ഒട്ടുമുത്തടി ഉടവ ചുറ്റടി ചിക്കാം ചിക്കാം തീരം പെണ്ണെ ചിക്കാം നെടുക്കടി മുടിയിൽ വെക്കടി ചിക്കാം ചിക്കാം തീരം പെണ്ണെ ചിക്കാം ഇരുവീരും പാടിച്ചൂട സ്വൽവീരും പാടിൽ പാടാം ചിരിമുത്തം കവിളിൽ മുത്തം സ്വപ്നങ്ങൾ സ്വന്തം മണിത്തീനിയാ കുറിക്കുന്നു ഞാൻ കരത്തക്കുരു കണിപ്പന്ത്രയിൽ മിടിക്കുന്നു ഞാൻ അകവലരിലരിലനുരാഗം നിറമിടിയിലയിലിടുരാഗം ഇത് മനസ്സിൽ നിറഞ്ഞു പകർന്നു നൽകൊരു കിനാവിൽ തുളുമ്പും ഒട്ടുമുത്തടി ഉടവ ചുറ്റടി ചിക്കാം ചിക്കാം തീരം പെണ്ണെ ചിക്കാം നെടുക്കടി മുടിയിൽ വെക്കടി ചിക്കാം ചിക്കാം തീരം പെണ്ണെ ചിക്കാം ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പാട്ടൊക്കെ നിർത്തി, കാരണം നമ്മുടെ സ്ഥലം അടുത്ത് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിട്ടൊരു ഒരു പാർക്കിലായിട്ടാണ്. ഓക്കെ, അപ്പം ഇതാണ് സംഭവം. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടിട്ട് ഇവിടെ നടന്ന് കാണാനും ഒക്കെയാണ്. ഓക്കെ, അപ്പം ഇവിടേക്ക് വണ്ടി പാർക്ക് ചെയ്ത് ഇട്ടേക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ എല്ലാവരും ഇറങ്ങിക്കോ. ഓക്കെ, അപ്പോൾ ഇവിടൊക്കെ ഇനി നമുക്ക് ചുറ്റിക്കറങ്ങിയിട്ട് ഇനി നേരെ ഇതാട്ടോ സ്ഥലം കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഇത് കഴിഞ്ഞ് ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി ഇറങ്ങി കുറച്ച് നേരം കാണാനും അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ഓക്കെ നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നിടത്തോട്ട് പോകും. ഓക്കെ, അവിടെ നിന്ന് ഇനി നാളെ ഉള്ളു ട്രിപ്പും കാര്യങ്ങളൊക്കെ. അവിടെ നിന്ന് ഇനി വേറെ സ്ഥലത്തൊക്കെ പോയി ഒരു 3-4 ദിവസം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകും ഗൈസ്. ഓക്കെ, അപ്പം റിട്ടേൺ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത് എല്ലാവരും പോകുന്നുണ്ട്. ക്യാമറ ഒക്കെ പിടിച്ചുകൊണ്ട് ഒരുത്താൻ. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ചുമ്മാ ഇവിടോട്ടൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പോവാം. ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ വരുന്ന ടൂറിസ്റ്റേഴ്സിനൊക്കെ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി ആയിരിക്കും. ഓക്കെ, ഇത് നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഇവിടെ കാണാനായിട്ട്. ഓക്കെ, നല്ല അടിപൊളി വ്യൂ ഉണ്ട്. ഓക്കെ ഓക്കെ, നമുക്കെന്തായാലും തിരിച്ചങ്ങോട്ട് പോയേക്കാം.
ഓക്കെ ഇതേ സ്റ്റെപ്പുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കയറാനായിട്ട്. ഓക്കെ ഇത് നമ്മുടെ വണ്ടി കിടക്കുന്നു. ഇവൻ സ്റ്റാർട്ടാക്കി നമ്മൾ ഇട്ടേക്കുവാണ്, കാരണം ഇവിടുന്ന് ഇനി പെട്ടെന്ന് പോകണം, അതാണ്. ഓക്കെ ഇതേ കുറച്ച് പേര് ഇവിടെ നിൽപ്പുണ്ട്, കുറച്ച് പേര് അങ്ങ് നിൽക്കുന്നു. ഓക്കെ ഇതേ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, വ്ളോഗറാന്ന് തോന്നുന്നു. എല്ലാവരും ഒന്ന് മാറിക്ക്. ഓക്കെ ഗൈസ് നമ്മളെ പരിചയപ്പെടുത്തുന്നു ഗൈസ്. ഓക്കെ ഹായ്. ഓക്കെ നമ്മളെ പരിചയപ്പെടുത്തുവാണ്. ഓക്കെ ഇതേ മഴയും പെയ്തു. ഓക്കെ ഇതോ ആ ചേച്ചി മാത്രം എന്തോ ഒറ്റയ്ക്ക് നിൽക്കുന്ന അവിടെ. ഇതെന്താ വയ്യ എൻ്റെ തന്നെ എന്ന കാര്യമൊക്കെ പറയും. ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് എന്തായാലും മേളിലോട്ടൊക്കെ ഒന്ന് കയറിയിട്ട് വരാം. ഓക്കെ ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഇവിടെ കയറിയാലൊരു നല്ല വ്യൂ കിട്ടുമായിരുന്നു, ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഓവറോൾ ലുക്കൊക്കെ. ഓക്കെ നമ്മൾ വന്ന റോഡൊക്കെ കാണാം. നല്ല ഭംഗിയുണ്ടല്ലോ. അതെ നമ്മുടെ ബസ് അവിടെ കിടപ്പുണ്ട്. ഓക്കെ താഴോട്ട് നോക്കുമ്പോഴേ പേടിയാണ്. ഓക്കെ ഇവിടെ ഒരു ചെടി. ഒറ്റയ്ക്ക് നിന്ന് വർത്താനം പറയുവാണ് എന്തോ. നമുക്ക് നമ്മുടെ S23 അൾട്ര എടുത്ത് വെച്ചൊന്ന് സൂം ചെയ്ത് നോക്കാം. എന്തോ കാണിക്കുവാണ്. ഓക്കെ അവരെന്തെങ്കിലും ചെയ്യട്ടെ. ഓക്കെ നമുക്കെന്തായാലും ഇവിടെ കറങ്ങി നടന്നിട്ട് ഇനി നേരെ പോവാം. ഓക്കെ പാറയൊക്കെയാണ് വലിയ. നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്, കറുമ്പൻ. ഓക്കെ ഗൈസ് അപ്പം നമ്മൾ പിന്നെയും വണ്ടി എടുക്കുവാണ്. ഓക്കെ അപ്പം നമ്മളിനിയും അടുത്ത ഒരു ഡെസ്റ്റിനേഷനിലോട്ടാണ് പോകാനായിട്ട് പോകുന്നത്. ഓക്കെ എല്ലാവരും കയറിക്കോ. ഓക്കെ എന്തായാലും ഇനി ഇവിടുന്ന് വണ്ടി തിരിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകണം. അവിടുന്ന് ഇനി നേരെ നമ്മുടെ ഇന്നത്തെ സ്റ്റേ ചെയ്യാനുള്ള ഇടത്തോട്ടായിരിക്കും. ഓക്കെ അപ്പം അത്രയൊന്നും നമ്മൾ വീഡിയോ ഇടുന്നില്ല. ഓക്കെ അപ്പോൾ അതൊക്കെ പറ്റുവാണെങ്കിൽ മാത്രം നമ്മൾ അടുത്ത പാർട്ടായിട്ട് അത് ചെയ്തിടാം. ഓക്കെ അല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ പോകുന്ന വീഡിയോ ഇടുന്നതായിരിക്കും. അത് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഇതിലേതെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യണം ഗൈസ്. നമ്മൾ ചിലപ്പം തിരിച്ചു പോയിട്ടാണ് കമൻറ്റ് കാണുന്നതെങ്കിൽ പറ്റത്തില്ല. ഓക്കെ അപ്പോൾ അതാണ്, പെട്ടെന്ന് തന്നെ എല്ലാവരും കമൻറ്റ് ഇട്ടോളൂ. ഓക്കെ എന്തായാലും ഇവിടുന്ന് നമുക്ക് തിരിച്ചുകൊണ്ട് പോകാം. കുറച്ച് കാറൊക്കെ കിടക്കുന്നുണ്ട്. ഓക്കെ മുട്ടത്തില്ല. ഓക്കെ അങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് വണ്ടി ഒടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ നല്ലൊരു ഹൈവേ കിട്ടിയായിരുന്നെങ്കിൽ നമ്മുടെ സസ്പെൻഷനൊക്കെ താത്ത് വെച്ചൊരു പറക്കങ്ങ് പറത്തായിരുന്നു. ഓക്കെ എന്തായാലും നമുക്ക് ഇതുവഴി അങ്ങ് പോവാം. ഓക്കെ ഗൈസ് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പം ബൈ.